ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എന്താണെന്നറിയാമോ ഞാൻ ഉണ്ടാക്കുന്നത്? കുറച്ച് ചക്ക കഴിഞ്ഞ മാസം കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ വേവിച്ചത് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്തു. എനിക്കതിനുള്ള ഇടനേരം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ പ്ലാവുണ്ട്. അപ്പോൾ പ്ലാവിൻ്റെ ഇല വെച്ച് കുമ്പിൾ കുത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്ക് ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കണു. നോക്കി, ചക്കയുടെ കണ്ടോ, ഇതിൽ ചക്ക ഇതുണ്ട്, പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടി, നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി ഉണ്ട്, റവയുണ്ട് കേട്ടോ, ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ശർക്കര ഒന്നും ഇതിൽ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ ശർക്കര നീര് ഒഴിച്ചിട്ടാണ് ആ ചക്ക വെറുതെ നമ്മുടെ കുക്കറിനകത്ത് 2 വിസിൽ വെച്ച് വേവിച്ച് എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കതൊരു ചക്കട ഉണ്ടാക്കണമെങ്കിലും കുമ്പിളപ്പം ഉണ്ടാക്കണമെങ്കിലും നമുക്കത് എടുത്തുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്താണ് എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. നല്ല നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അട ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം പരത്തി ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇല എടുക്കട്ടെ കേട്ടോ. ഇല എടുത്തിട്ട് ഉണ്ടാക്കാം. നേരത്തെ അടയെല്ലാം ഞാൻ ഉണ്ടാക്കി കേട്ടോ. ചക്കട ഉണ്ടാക്കി കേട്ടോ. എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ഈ ഇലയിൽ മറ്റേ നമുക്ക് ഇടനില കിട്ടിയില്ല, അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പ്ലാവിൻ്റെ ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പീച്ചമ്പൊടി പോലെ നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കുമല്ലോ, അരി കൊണ്ട്. അപ്പോൾ ഇത് ബാക്കി മാവ് വന്നപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈനിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ചക്കടയാണ്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്കപ്പഴം കിട്ടുമ്പോൾ വരട്ടേണ്ട ആവശ്യമില്ല. ശർക്കര ഒഴിച്ച് കുക്കറിൽ 2 വിസിലിൽ വേവിച്ച് തണുത്ത് കഴിയുമ്പോൾ ഫ്രീസറിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഒരു മാസമൊക്കെ മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഫ്രീസറിനകത്ത്. അപ്പോൾ ഇപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയുള്ള സമയം, അപ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ നമുക്കത് എടുത്ത് ഉണ്ടാക്കാം. ചക്ക നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.